ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എളുപ്പത്തിൽ തയ്യാറാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളത് വീഡിയോ കാണുമ്പം തന്നെ അറിയാം. ഇതിൽ ക്യാപ്സിക്കം തോരനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിന് വേണ്ട ചേരുവകൾ എന്ന് പറയുന്നത് തേങ്ങ ചിരകിയത് 1 കപ്പ്, പിന്നെ ഒരു ക്യാപ്സിക്കം, സവാള, പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 3 വെളുത്തുള്ളി. നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിനനുസരിച്ചാട്ടോ അതിൻ്റെ എടുക്കേണ്ടത്. ഇത് ഞാൻ ഇത്തിരി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ച് എടുത്തുള്ളൂ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കടുക് നന്നായിട്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറിയ ഫ്ലെയിമിൽ മാത്രമേ തീ ഇടാവൂ കേട്ടോ. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഉള്ളി സവാള എന്ത് ചെയ്യും, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു ഹാഫ് വേവായതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നമ്മളതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഉള്ളിയും ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ടൊന്ന് യോജിപ്പിച്ചാൽ മതി. ഇതിൻ്റെ ഈ പച്ച ചുവ മാറുകയുള്ളൂ ഒന്ന് നമ്മൾ ഇളക്കിയാൽ മതി കേട്ടോ. കൂടുതൽ ഇളക്കി ഇതൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ക്യാപ്സിക്കം ഇതായിപ്പോവും, ഇതിൻ്റെ ടേസ്റ്റ് മാറും. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ടി മിക്സിന് വേണ്ടി തയ്യാറാക്കി വെച്ച തേങ്ങയാണ്. ഇതിൽ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊടിച്ചെടുത്തതാണ്, വെള്ളം ചേർക്കാതെ പൊടിച്ചെടുത്ത തേങ്ങയാട്ടോ ഇത്. പൊടിച്ചെടുത്ത തേങ്ങ നമ്മൾ ഏകദേശം ഈ മിക്സിയിലേക്ക് ആഡ് ചെയ്യാം. ശേഷം ഈ തേങ്ങ പൊടിച്ച മിക്സും നമ്മൾ ഉള്ളിയും ക്യാപ്സിക്കം നന്നായിട്ട് ഇളക്കി റെഡിയാക്കുക. നന്നായി ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ ചോറിനൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. അതും വെറും 5 മിനിറ്റ് സമയം മതി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും.